ആദ്യത്തെ പാട്ട് ഇതാണ്, യേശു നായക ജീവദായക എന്ന് പറഞ്ഞ്. അത് ദാസേട്ടൻ പാടിയ ഒരു പാട്ടിന്റെ ആദ്യം ഒരു കുട്ടി പാടുന്ന 4 വരികളാണ്. യേശു നായക ജീവദായക നീ മാത്രമാണീ കണ്ണീർ തുടയ്ക്കാൻ, പാവമാ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ, പാവന സ്നേഹത്താൽ പുൽകിടുവാൻ. ഏറ്റവും താല്പര്യമുള്ള താളവാദ്യം ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ അത് ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. അതായത് ഒരു അമ്മയോട്, ഒത്തിരി മക്കളുള്ള അമ്മയോട് ഏത് കുട്ടിയോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് ചോദിക്കുന്ന പോലെ ആയിപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റിനോട് ഒരു കൂടുതൽ ഇഷ്ടമില്ല, അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാവാം ഞാൻ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒന്നാണ് ഏറ്റവും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കുറച്ച് ഹെവി ആയിട്ട് വായിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ബേസിക്കലി ഇഷ്ടമാണ്. ഞാൻ അത് ഹാൻഡ് പെർക്കഷൻ, ഇപ്പം ജെംബെ അല്ലെങ്കിൽ കോങ്ക, പിന്നെ ഡ്രംസ്, കുറച്ച് ഹെവി ആയിട്ട് വായിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിനോട്. ഇതിൻ്റെ പേര് എയ്ത്താർ എന്നാണ്. ഇതിന് ആക്ച്വലി ഒരുപാട് എല്ലാ നാട്ടിലെയും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടുണ്ടാക്കിയ ഇൻസ്ട്രുമെന്റ്സിൻ്റെ ഭാഗത്തിൽ ഉണ്ടാകുന്നതാണ് ഈ ഇൻസ്ട്രുമെന്റ്. ഒരു സ്ട്രിങ് മാത്രമേ ഉള്ളൂ. നാടൻ പാട്ടുകൾക്കൊക്കെ ഒരുപാട് ചേരാറുണ്ട്. ഞാൻ ഒരു നാടൻ പാട്ട് ഇത് വായിച്ച് പാടാം. മുണ്ടകപ്പാടത്തെ നാദംകുഞ്ഞേ, മുണ്ടകൻ കൊയ്യുമ്പോൾ എവിടെയിരിക്കോ, മുണ്ടകക്കട്ടയുടെ കീഴിരിക്കോ, കട്ടയോടയുമ്പോൾ എവിടെയിരിക്കോ, അച്ചം മടിമേലിരിക്കോ ഞാനേ, അച്ചം മടിമേലിരിക്കോ ഞാനേ. ഇത് ആക്ച്വലി ഗ്യൂറോ എന്ന് പറയും. ഗ്യൂറോ എന്നാണ്. പിന്നെ ഇവിടെ നാടൻ പേരുണ്ടായിരിക്കാം. ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഫോക്ക്, എല്ലാ നാട്ടിൻ്റെയും ഫോക്കിൻ്റെ ഭാഗമായിട്ട് ഇതുള്ളതാണ്. പിന്നെ എനിക്ക് നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോങ് എന്ന് പറഞ്ഞാൽ പൊൻവീണ എന്ന് പറഞ്ഞ സോങ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആദ്യം ആക്ച്വലി ഇതിൻ്റെ അങ്ങനെ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വായിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഒരുപാട് നാടൻ പാട്ടിൻ്റെ ഇടയിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു, പക്ഷേ ഞാൻ പറയില്ല, ഇത് നമ്മുടെ ഇതെല്ലാം കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ പലതരം ഷേക്കേഴ്സ് ആണ്. പിന്നെ അതിനെ ഇങ്ങനെ സൗണ്ട് ചെയ്യുമ്പോൾ അരുവിയായിട്ട് ഫീൽ ചെയ്യാം, കല്ലുകളിൽ വെള്ളം തട്ടി ഒഴുകുന്ന ആയിട്ട്. പിന്നെ എഫക്ട്സ് ആണ്. ഇത് സ്പ്രിംഗ് ഡ്രം എന്നാണ്, സ്പെഷ്യൽ എഫക്ട്സ്. ഇത് സ്പ്രിംഗ് ഡ്രം എന്നാണ് ഇതിൻ്റെ പേര്. ദർബുക്ക, ഇത് അറബിക് ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മൾ യൂഷ്വലി ബെല്ലി ഡാൻസ് അങ്ങനെ അത്തരം പാട്ടുകളിൽ കേൾക്കുന്ന ഇതിൻ്റെ സൗണ്ടാണ്. പിന്നെ ഇത് ആക്ച്വലി വേവ് ഷേക്കർ എന്ന് പറയും. ഇത് ആക്ച്വലി എന്താ പറയുക, കടലിൻ്റെ സൗണ്ട് പോലെ. വേവ്സ്. ഇത് ആക്ച്വലി കഹോൺ എന്നാണ് ഇതിന് പറയുന്നത്.
ഇത് എനിക്കൊന്ന് നമ്മളിപ്പോഴൊക്കെ പലപ്പോഴും ബാൻഡുകളുടെ പ്രോഗ്രാംസിനകത്ത് കാണാറുണ്ട്. അതായത് ഡ്രംസിൻ്റെ പോലെ കുറച്ച് അതുപോലെയൊക്കെ സൗണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഡ്രംസ് പലപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്നതിന് ബുദ്ധിമുട്ടിന് പകരം കഹോൺ യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ പേര് ജെമ്പെ എന്നാണ്. ഇത് ആക്ച്വലി ഒരു ആഫ്രിക്കൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. പക്ഷെ എനിക്കൊന്ന് നമ്മുടെ പാട്ടുകളിൽ പലപ്പോഴും ഇപ്പം പിന്നെ പാടിയത് ചതുരംഗം മൂവിയിൽ MG ശ്രീകുമാർ ആയിട്ട് ചേർന്ന് സാറിന് എൻ്റെ മ്യൂസിക്കിലായിരുന്നു ഒരു ഡുവറ്റ്. ഏതായിരുന്നു? നീലാമ്പലല്ലേ എന്ന് പറഞ്ഞു. അതൊരു ഫില്ലർ സോങ് ആയിരുന്നു. അതിനുശേഷം വസന്തത്തിൻ്റെ കനൽ വഴികളിൽ എന്ന ചിത്രത്തില് CJ കുട്ടപ്പൻ സാറിൻ്റെ കൂടെ ഒരു വിപ്ലവ ഗാനത്തിൻ്റെ കുറച്ച് ഭാഗം. പിന്നെ സോളോ എന്ന് പറയാൻ ഇപ്പം അടുത്തിടെ ധനയാത്ര എന്ന് പറഞ്ഞ സിനിമയിൽ അത് ആക്ച്വലി രാജാമണി സാറിൻ്റെ മ്യൂസിക്കാണ്. സാറിൻ്റെ സംഗീതത്തിൽ ഒരു സോളോ പാടാൻ കഴിഞ്ഞു. സാറിന്റെ മരണത്തിന് അതെ അതെ എനിക്കൊന്ന് സാറിന് ചിലപ്പം മലയാളത്തിലെ ലാസ്റ്റ് വർക്കായിരിക്കാം. കുളിരുമെന്മേനെ കനലുള്ള കൈവിരൽ കൊണ്ടേ ഉണരു നീ സൂര്യനെ കൊതിയോടെ ഞാനരികെ നിൽക്കേ ഉടലാകെ മൂടുമൊരു കാമശൈലിയുടെ കേളിലാളനർ അടിമുടി തുടങ്ങും. കുളിരുമെന്മേനെ കനലുള്ള കൈവിരൽ കൊണ്ടേ ഉണരു നീ സൂര്യനെ കൊതിയോടെ ഞാനരികെ നിൽക്കേ. കൂടുതൽ മനസ്സിൽ അങ്ങനെ ഓർക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒന്ന് രണ്ട് അനുഭവം ഉണ്ടായതിലൊരു, അതായത് ഒരു വയസ്സായ ഒരാൾ എനിക്ക് ഒരിക്കൽ ഒരു നോട്ടുമാല ഇട്ടെന്ന്. അപ്പോൾ എനിക്ക് ആ ആളുടെയിലുള്ള കുറച്ച് പൈസ, പക്ഷെ ഒരുപാട് എന്താ പറയുക ഭക്തി ഫീൽ ചെയ്യാൻ പറ്റി, ഒത്തിരി സന്തോഷം തോന്നി എന്ന് പറഞ്ഞപ്പം ഇത് കോങ്കോ ഡ്രംസ് എന്ന് പറയുന്നത് ബോങ്കോ എന്ന് പറയും. ഇതൊക്കെ ലാറ്റിൻ ഇൻസ്ട്രുമെന്റ്സ് ആണ്. നമ്മളും നമ്മുടെ പാട്ടുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇളയരാജ സാറിൻ്റെ പാട്ടുകൾ വലിയ ഇഷ്ടമാണ്. എനിക്കിപ്പോൾ പെട്ടെന്ന് പുത്തൻ പുതുക്കാലേ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. അതൊരു സിമ്പിൾ സോങ് ആണ്, പക്ഷെ എന്തോ അതിൻ്റെ കോഡ് പ്രോഗ്രഷൻസും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ ഒരു പുത്തൻ പുതുക്കാലേ പൊന്നിരവേളை എൻ വാഴ്വിലേ ദിനം തോറും സുഖരാഗം കേൾക്കും എന്നാളും ആനന്ദം. പുത്തൻ പുതുക്കാലേ പൊന്നിരവേളை ഞാൻ 2-3 യൂട്യൂബ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന്
മലയാളത്തിലെ ആദ്യത്തെ കവറായിട്ട് ഒരു അക്കാപ്പല്ല വേർഷനിൽ അക്കാപ്പല്ല എന്ന് പറയുമ്പോൾ പേര് തന്നെ ഒരു അക്കാപ്പല്ല ഇതൊരു ഇറ്റാലിയൻ വേർഡാണ്. അത് ബേസിക്കലി നമ്മളിപ്പോൾ പാട്ട് സാധാരണ നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ കീബോർഡ് അല്ലെങ്കിൽ ഗിറ്റാർ വെച്ച് നമ്മൾ പാട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നതിന് പകരം ഒരു പാട്ടിൻ്റെ കോഡ്സും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഹ്യൂമൻ വോയിസ് വെച്ച് തന്നെ പാടുന്നതിനാണ് അക്കാപ്പല്ല എന്ന് പറയുന്നത്. അപ്പം അത് ശരിക്കും പള്ളികളിലൊക്കെ പാടി വന്നിരുന്ന ഒരു ഫോമാണ് അത്. പക്ഷെ അതല്ലാതെയും ബാൻഡുകൾ അക്കാപ്പല്ല, എനിക്കൊരു റഹ്മാൻ സാറിന് തന്നെ ഒരു അക്കാപ്പല്ല ഗ്രൂപ്പായിട്ട് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പെർഫോമൻസസ് ചെയ്തിട്ടുള്ള കുറവാണ് കൂടുതലും. അപ്പം അങ്ങനെ ഞാൻ ഒരു തുമ്പപ്പൂ കാറ്റിൽ എന്ന് പറഞ്ഞ് പഴയ നിന്നിഷ്ടം എന്നിഷ്ടത്തിലെ പാട്ടെടുത്ത് ഞാൻ അത് അക്കാപ്പല്ല വേർഷനായിട്ട്. അപ്പം അതിൻ്റെ എല്ലാ വോയിസും ഞാൻ തന്നെ ഡിജിറ്റൽ ആയതുകൊണ്ട് ഓരോ ട്രാക്ക് നമുക്കറിയില്ല, എല്ലാം ഇപ്പം ട്രാക്കാണ്, ആരും ഓരോ സമയം എല്ലാവരും പാടുന്നില്ല. അപ്പം ഓരോ ട്രാക്ക് ഞാൻ തന്നെ ഓരോ പ്രാവശ്യമായിട്ട് പാടി. സത്യത്തിൽ ഇപ്പം അതായത് ഇപ്പം അതിനകത്ത് അപ്പം ചിക് ചിക് അങ്ങനത്തെ ഒരു സാധനം. ഇതിൻ്റെ പേര് ആക്ച്വലി ഉദു എന്നാണ്. ഇത് ശരിക്കും നമ്മുടെ ഘടത്തിൻ്റെ പോലെ തന്നെ സൗണ്ട് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇത്. ഇതാണ് ഹാപ്പി എന്ന് പറഞ്ഞത് ഇൻസ്ട്രുമെൻ്റ്. ഇത് ആക്ച്വലി മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. പക്ഷേ ഇതിൽ ഒരുപാട് മ്യൂസിക് സൗണ്ട്സ് കേൾക്കും. ഇത് കസ്റ്റമൈസ് ചെയ്താണ്, പല സ്കെയിലിലുള്ളതാണ്. ഞാൻ എന്തായാലും ജസ്റ്റ് വായിക്കാം. ചാനലിന്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.